പൈസ കിട്ടാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം നിനക്ക്. എളുപ്പത്തിൽ പൈസ കിട്ടാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. സമ്പത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. നിങ്ങളൊക്കെ മലക്കുകളാട്ടാ, മനുഷ്യന്മാരൊന്നും അല്ല. സമ്പത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവര് കൈപൊക്ക്. എന്താ ഇപ്പൊ നിങ്ങൾക്ക് ആർക്കും വേണ്ടേ? രക്ഷപ്പെട്ട അൽഹംദുലില്ലാ, നിങ്ങൾ രക്ഷപ്പെട്ടു കേട്ടാ. നിങ്ങൾ ഹത്തീബ എവിടെത്തി? ഇങ്ങനത്തെ ഒരു ഹത്തീബനെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം. കാരണം ഈ നാട്ടുകാർക്ക് പണത്തിനോട് ആർത്തിയില്ല. അത് തന്നെ ഏറ്റവും വലിയ വിജയം. അൽഹംദുലില്ലാ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പൈസ വേണം, ഞാൻ വെറുതെ ചോദിച്ചല്ല, ഞാൻ പറഞ്ഞു തരാൻ വഴി. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? സമ്പത്തിൽ ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവര് കൈപൊക്ക്. ആ പൊക്കിയ കൈ കൊണ്ട് പോക്കറ്റിൽ നിന്ന് വല്ലത് എടുത്താ ബക്കറ്റ് ഇട്. ആദ്യം കിട്ടിയതിൽ നിന്ന് കൊടുക്കണില്ല, ഇനി നിനക്ക് കുറച്ചുകൂടെ വേണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ വെറുതെ പറഞ്ഞല്ല, എന്തായാലും പറഞ്ഞു തരാം. സമ്പത്ത് ഉണ്ടാകാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. താത്താമാരൊക്കെ സ്വർണത്തിന് എന്താ പറയണേ? ജങ്കാർ, ബംഗാർ. ബംഗാർ ബക്കറ്റ് ഇട്. ഞാൻ പറഞ്ഞുതരാം ജങ്കാർ വാങ്ങാനുള്ള വഴി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൈസ ഉണ്ടാവണം വേണോ? നിങ്ങൾക്ക് പണത്തിൽ ബർക്കത്ത് വേണോ? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ സാലിം റളിയല്ലാഹു തആല അൻഹു, സാലിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു, സഹാബിയ. ഈ സാലിം എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഈ ചെറുപ്പക്കാരൻ ഒരു ദിവസം ഇങ്ങനെ അന്യനാട്ടിൽ നിന്ന് വരുന്ന വഴിയിൽ കൊള്ളക്കാര് പിടിച്ചുകൊണ്ടുപോയി. കൊള്ളക്കാര് പിടിച്ചുകൊണ്ടുപോയിട്ട് അവര് പിടിച്ചുകൊണ്ടുപോയി. വാപ്പ തന്റെ പൊന്നാര മകനെ നോക്കിയിട്ട് കാണുന്നില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ പോയിട്ട് പറഞ്ഞു, നബിയെ, എന്റെ മകൻ സാലിമിനെ കാണുന്നില്ല നബിയെ, ആകെ പ്രയാസമാ, എന്റെ മകനെ കാണുന്നില്ല. പ്രവാചകന്റെ മുന്നിൽ പോയിട്ട് പരാതി പറഞ്ഞു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത്തഖില്ലാ വഅഖ്സിറു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകനെ കാണുന്നില്ല എന്ന് പ്രവാചകന്റെ അടുക്കൽ പോയി പരാതി പറഞ്ഞ വാപ്പാനോട് പറഞ്ഞു, അള്ളാനെ പേടിച്ച് ജീവിക്ക്, അള്ളാനെ പേടിച്ച് ജീവിക്ക്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്ർ നിങ്ങൾ അധികമായിട്ട് പറയൂ എന്ന് നബിയിനാ റസൂലുള്ളാഹി. ഈ ദിക്ർ അധികമായിട്ട് പറയണേ. ഏത് ദിക്ർ? ഒന്ന് പറഞ്ഞങ്ങായി ഉറക്കെന്ന് പറഞ്ഞേ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അങ്ങനെ വാപ്പ വീട്ടിൽ പോയിരുന്നിട്ട് ഈ ദിക്റൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഭാര്യയും ഭർത്താവും കൂടെ നോക്കുമ്പോ മകനെ കാണുന്നില്ല. അങ്ങനെ രാത്രി നോക്കിയപ്പോ ഒരു വലിയ ബഹളം കേൾക്കുന്നു വീടിന്റെ പുറത്ത്. വീടിന്റെ പുറത്ത് വലിയ ഒരു ശബ്ദം കേൾക്കുന്നു. വീടിന്റെ വാതിൽ ആരോ വന്നിട്ട് ഇങ്ങനെ വിളിക്ക. രാത്രി വന്നിട്ട് വാതിലിൽ മുട്ട. അങ്ങനെ സാലിം റളിയല്ലാഹു തആല അൻഹുവിന്റെ വാപ്പ വാതിൽ തുറന്നു നോക്കിയപ്പോ സാലിം എന്ന് പറയുന്ന പൊന്നുമോൻ ചിരിച്ചുകൊണ്ട് വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നുണ്ട്. വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ ചിരിക്കുന്ന മുഖത്തോടെ നിൽക്കുന്നുണ്ട്. പാപ്പ വെളിയിലേക്ക് നോക്കിയപ്പോ 100 ഒട്ടകങ്ങള് അതിന്റെ ചുമടും ചുമന്നോണ്ട് വീടിന്റെ മുമ്പിൽ നിൽക്കുക. 100 ഒട്ടകം, 100 ഒട്ടകങ്ങൾ അതിന്റെ ചുമടും തോളിൽ വെച്ചുകൊണ്ട് 100 ഒട്ടകങ്ങൾ വീടിന്റെ മുമ്പത്ത് നിൽക്കുക. വാപ്പ ചോദിച്ചെടാ സാലിം എവിടെ പോയിരുന്നു? അത് വാപ്പ കൊള്ളക്കാരനെ പിടിച്ചോണ്ട് പോയിരുന്നു. നീ എങ്ങനെ വന്നടാ? ഇതെന്താ ഈ കുതിരയൊക്കെ എവിടെ നിന്ന് കിട്ടി? സാലിം എന്ന് പറയുന്ന സഹാബി പറയുന്നു, വാപ്പാ, കൊള്ളക്കാരെല്ലാവരും കൂടെ കള്ളൊക്കെ കുടിച്ച് കടന്നപ്പോഴത്തേക്ക് ഞാൻ എല്ലാത്തിനും എടുത്തിട്ട് 4 എണ്ണം പൊട്ടിച്ചിട്ട് അവിടെ കടന്നൊക്കെ എടുത്തോണ്ടെങ്കിൽ വന്നതാ. കൊള്ളക്കാര് അവര് കള്ളു കുടിച്ചിട്ടിരിക്കുന്ന സമയം അവിടെ നിന്ന് കിട്ടിയവന്മാർക്കൊക്കെ 2 എണ്ണം കൊടുത്തിട്ട് അവിടെ നിന്നിരുന്ന കൊള്ളക്കാരെടുത്ത് വെച്ചിരുന്ന സർവ്വ സാധനങ്ങൾ ഞാനിഞ്ഞു കൊണ്ടുവന്നു. അപ്പൊ വാപ്പ പറഞ്ഞു, ഇത് ഈ വീടിനകത്ത് കയറ്റാൻ പറ്റത്തില്ല, കാരണം ഇത് നിന്റെതല്ല, ഇത് നിന്റെതല്ല. ഇല്ല വാപ്പ, ഇത് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നതാ. അപ്പൊ പറഞ്ഞു, എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കാം. അങ്ങനെ രാവിലെ സാലിം റളിയല്ലാഹു തആല അൻഹുവിന്റെ വാപ്പ മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ പോയിട്ട് ഈ സംഭവം പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് ലാ ഹൗലയ്ക്ക് അല്ലാഹു കൊടുത്ത പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മഹാനായ സാലിം റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവ് കടന്നു ചെന്നിട്ട് പറയുന്നു, നബിയേ, എന്റെ
പൊന്നുമകനെ കൊള്ളക്കാരുടെ അടുക്കൽ നിന്ന് രക്ഷപ്പെട്ടു വരുമ്പോൾ അവിടെ നിന്ന് 100 ഒട്ടകവും അതിന് ചുമക്കാനുള്ള സമ്പത്തും അവിടെ നിന്ന് അവൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് എനിക്ക് വേണ്ട, അതെന്റെ മോൻ എടുക്കാൻ പാടില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്ന് പറയുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? അത് സാലിമിനുള്ളതാ, അത് സാലിമിനുള്ളതാ. എന്തിന്റെ പ്രതിഫലമെന്നറിയുമോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്ന പെങ്ങള്, സാമ്പത്തികമായി തകർന്നു പോയ പെങ്ങള്, രക്ഷപ്പെടാനുള്ള വഴിയാ പൊന്നുമോള്. അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്? 99 രോഗങ്ങൾക്കുള്ള മരുന്നാ, 99 രോഗങ്ങൾക്കുള്ള മരുന്നാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനായി, ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനായ സഹാബിയുടെ ചരിത്രമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത ആ മഹാനാണ് പറയുന്നത്, ഞാൻ പഠിച്ച ഉപദേശങ്ങൾ 4 എണ്ണമാണ്. ഈ 4000 പ്രവാചകന്മാരിൽ നിന്ന് ഞാൻ പഠിച്ച 4 ഉപദേശങ്ങളിൽ ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? ഇൻകുന്ത ഫിസ്സലാത്തി ഫഹ്ഫിദ് ഖൽബക. നമസ്കരിക്കുന്ന സമയത്ത് നീ നിന്റെ ഹൃദയത്തിനെ സൂക്ഷിക്കണേ. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഒന്നാമത്തെ കാര്യം, നീ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിന്റെ ഹൃദയത്തിനെ നീ സൂക്ഷിക്കണം, നിന്റെ ഹൃദയത്തിനെ നീ സൂക്ഷിക്കണം. എന്നിട്ട് രണ്ടാമത് പറഞ്ഞ മറുപടി എന്താ? രണ്ടാമത് കൊടുത്ത ഉപദേശം എന്താ? ഒന്നാമതായിട്ട് പറഞ്ഞു, ഇബാദത്ത് ചെയ്യുന്ന സമയം നീ നിന്റെ ഹൃദയത്തിനെ സൂക്ഷിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിർത്താറായോ? 10:30 നിർത്താറായോ? 10:30 പറ ചങ്ങാതിമാരെ, നിർത്താറായോ? കറക്റ്റ് 1.5 മണിക്കൂറായി. ടൈം ടു ടൈം 10:29 9 മണിക്കാണ് ഞാൻ തുടങ്ങിയത്. അപ്പൊ കറക്റ്റ് 1.5 മണിക്കൂറായി. ചവിട്ടണോ? എന്നാ ഇത്തിരി കൂടെ പോണോ? 4 എണ്ണമുണ്ട്, 4 കാര്യങ്ങളുണ്ട്. ആ 4 എണ്ണത്തിൽ 2 എണ്ണം ഇന്ന് പറയാൻ, 2 എണ്ണം നാളെ പറയാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒന്നേ നിർത്തിയിട്ട് പോകാൻ പാടില്ലല്ലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് വലിയ ദൂരം ഉണ്ടോ? അപ്പൊ നാളത്തെ ദൂരം ഉണ്ടോ? അപ്പൊ മൊബൈലിൽ കൂടെ കണ്ടാൽ മതി ഇൻഷാ അല്ലാഹ്. വേറെ പണിയൊന്നും ഇല്ലല്ലോ. നാളെ മൊബൈൽ എന്താ സ്ഥലത്തിന്റെ പേര്? ഗുണ്ടുകല്ല്, ഉണ്ടക്കല്ലെന്ന് പറയണ പോലെ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. എന്തിലാവട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു പറയുകയാ. ഒന്നാമതായി അവിടെ നിന്ന് പറയുന്നു, നീ നിന്റെ ഹൃദയത്തിനെ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് നീ സൂക്ഷിക്കണം. രണ്ടാമത് പറയുകയാണ്, വഇൻ കുന്ത ഫി തആമി ഫഹ്ഫിദ് ഖൽഖക. രണ്ടാമത് പറഞ്ഞ ഉപദേശം എന്തെന്നറിയുമോ? 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത മഹാനാ പറയുന്നത്. 1000 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ലുഖ്മാനുൽ ഹകീം തങ്ങളാണ് പറയുന്നത്. ഞാൻ അവിടെ നിന്ന് പഠിച്ച രണ്ടാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? മോനെ, ഭക്ഷണം കഴിക്കുമ്പോ കേൾക്കടാ ചെറുപ്പക്കാരാ, കേൾക്കു പെങ്ങള്, ഭക്ഷണം കഴിക്കുമ്പോ തൊണ്ടയുടെ താഴെ ഇറങ്ങുന്നതിനെ നീ സൂക്ഷിക്കട്, നീ നിന്റെ തൊണ്ടയെ സൂക്ഷിക്കട് എന്ന് പറഞ്ഞ പച്ച മലയാളത്തിൽ പറഞ്ഞ ഹറാമായ ഭക്ഷണമേ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങുന്നത് നീ സൂക്ഷിക്കണേ മനുഷ്യ. ഹറാമ് തിന്നല്ലേ, ഹറാമ് തിന്നല്ലേ, ഹറാമ് കുടിക്കല്ലേ, ഹറാമായ ഭക്ഷണം നീ സൂക്ഷിക്കണേ എന്ന് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുമ്പോ, ആരാ എന്ന് സൂക്ഷിക്കുന്നത്? ആരാണ് പടച്ചവനെ എന്ന് സൂക്ഷിക്കുന്നത്? ഹറാം
കഴിക്കുന്നവരാണല്ലോ ആരാ ഹറാമും ഹലാലും എന്ന് തിരിഞ്ഞു നോക്കുന്നത്. ഭക്ഷണം കഴിക്കുന്ന സമയം ഈ തൊണ്ടയുടെ താഴേക്ക് ഇറക്കുന്ന ഭക്ഷണം നീ സൂക്ഷിക്കണം. ഹലാലാണോ ഹറാമാണോ? ഹലാല് തിന്നാ രക്ഷപ്പെടും, ഹറാമ് തിന്നാ പരാജയപ്പെടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇപ്പം ഹലാലും ഹറാമിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന കാലമാണ് നമ്മളല്ല, വേറെ ആൾക്കാർ. ഇപ്പൊ ഹലാലും ഹറാമും. എന്റെ പൊന്നാര ചങ്ങാതിമാരെ, ഞാൻ പറയുന്നു, നിങ്ങളിൽ പലരും പലിശയുടെ ചോറ് തിന്നാത്തവരാ. ഞാൻ പറയുന്നു, നമ്മളിൽ അധികം പേരും പലിശ തിന്നാത്തവരാ. പക്ഷെ കടയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോ ചിക്കൻ ചുട്ടത്, പൊരിച്ചത്, വറുത്തത്, കരിച്ചത്, മന്തിയില്ലേ എന്ന ഈ ചിക്കൻ ഹലാലാണോ, എനിക്ക് തിന്നാൻ പറ്റുമോ എന്ന് ചോദിക്കണം എത്ര പേരുണ്ട്? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 2 ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഹാജിയാര്, കടിച്ചു വലിക്കോ കടയിൽ പോയിരുന്നിട്ട്. എന്നാ നമ്മൾ ഓരോരുത്തരും എടാ ചങ്ങാതി ഹറാമായ ഭക്ഷണം കഴിച്ച അവന്റെ ദുആ സ്വീകരിക്കുവോ അല്ലാഹ്? പറ. എന്നെ അടിക്കാൻ തോന്നുന്നുണ്ടോ? എന്നെ അടിക്കാൻ തോന്നുന്നുണ്ടോ? പിന്നെന്തെങ്കിലും ഉണ്ടായിരിക്കണേ. ഹറാമായ ഭക്ഷണം ബിസ്മി പറയാതെ അറുത്ത തിന്നാൻ പാടുണ്ടോ? തിന്നാൻ പാടുണ്ടോ? അത് പൊട്ടന്മാർക്ക് അറിയത്തില്ല, അതുകൊണ്ട് അവരെ പറയണം, അത് വേറെ വിഷയം. അപ്പൊ ഹറാമു ഹലാമുൽ വർഗീയതയുമായി ബന്ധപ്പെടുത്തുന്നു. പക്ഷേ വലിയ പെരുന്നാളിന് ഒളുഹിയ അറക്കും ഇല്ലേ? വലിയ പെരുന്നാളിന് ഒളുഹിയ അറക്കത്തില്ലേ? ഇവിടെ അറക്കോ? അറക്കും. ആ അറക്കണ സമയത്ത് പള്ളിയിലെ മോദി സാഹിബ് ബിസ്മി പറയാതെ അറുത്ത തിന്നാവോ? ആർക്കെങ്കിലും കൊടുക്കാൻ പാടുണ്ടോ? എന്ത് ചെയ്യണം അതിനെ? പോത്തല്ലേ, അറുത്തില്ലേ, ഇനിയിപ്പോ കളയാൻ പറ്റുമോ? തിന്നേക്കാ ഇല്ലേ? അള്ളാഹിന് വേണ്ടി അർത്ഥം മൃഗമല്ലേ? വലിയ പെരുന്നാളിന് ഇസ്മായിൽ നബി അലിഹിസ്സലാമിനെ ഇബ്രാഹിം നബി അറക്കാൻ പോയതുപോലെ അതിന് പകരം അറക്കണതല്ലേ? അപ്പൊ അള്ളാഹുവിന് വേണ്ടി അർത്ഥതാണ്. പക്ഷെ ബിസ്മി പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ തമ്പുരാനെ, എന്തെങ്കിലും ഒന്ന് പറ മനുഷ്യന്മാരെ, എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? എടാ ഇവിടെ പള്ളിയിലിട്ടൊരു പോത്തിനെ അറക്കാല്ലേ ഇപ്പൊ ഇവിടെ ഇല്ലേ? മറ്റേനല്ലേ പറ്റാത്തത്? ആ പോട്ടെ. വലിയ പെരുന്നാളിന്റെ അന്ന് ഈ പള്ളിപ്പറമ്പിലിട്ടൊരു പോത്തിനെ അറുത്തു. പക്ഷെ അറുത്ത മനുഷ്യൻ എന്ത് ചെയ്തില്ല? ബിസ്മി പറഞ്ഞില്ല. എന്ത് ചെയ്യണം അതിനെ? എന്ത് ചെയ്യണം? മസല പറ. എന്ത് ചെയ്യണം മനുഷ്യ? നിങ്ങൾ പറ, എന്ത് ചെയ്യണമെന്ന് പറ. ഞാൻ പറഞ്ഞാലേ വാത് പറയത്തുള്ളൂ. വല്ല കവറും കൂടിയിലിട്ട് മൂടണം. എന്ത് ചെയ്യണം? കൊണ്ട് കുഴിച്ചിടണം. ഒരൊറ്റ ഇൻസാന് കൊടുക്കാൻ പാടില്ല. ഇതാ പണ്ഡിതന്മാരിയ്ക്കണം, ചോദിച്ചു നോക്ക്. മസല ഉസ്താദന്മാരോട് ചോദിച്ചു നോക്ക്. എന്ത് ചെയ്യണം? ഒരാൾക്കും കൊടുക്കാൻ പാടില്ല. അള്ളാഹുടെ പേര് പറഞ്ഞത് അർത്ഥത്തില്ല, കുഴിച്ചിടണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. നമ്മളോ ആരാ ചോദിക്കുന്നത്? ഹറാമ് 40 ദിവസം ദുആയ്ക്ക് ഇജാബത്തില്ല. ഹറാമ് കഴിച്ച 40 ദിവസം ദുആയ്ക്ക് ഇജാബത്തില്ല. ചോദിക്കാറില്ല. ഞങ്ങളൊക്കെ ചില ആൾക്കാരെങ്ങനെ കടയിൽ പോയി ഭക്ഷണം ചോദിക്കുമ്പോൾ സ്റ്റാഫിനോട് ചോദിക്കും, ഞങ്ങൾക്ക് തിന്നാൻ പറ്റുമോ? ഹലാലാണോ? ഓ ഹലാലാണെന്ന് പറഞ്ഞാൽ അവന്റെ തലയിൽ വെച്ചേക്കും. അവൻ കള്ളം പറഞ്ഞ അവന്റെ തലയിരിക്കട്ടെ, നമുക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹറാമ് കഴിക്കുന്നതിന് നമ്മൾ വല്ലാതെ ഭയപ്പെടണം. ഹറാമ് നിസ്സാരമല്ല. ഹറാമ് നിസ്സാരമല്ല, നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. അതിനാരും ഒരു പരിഗണന നൽകുന്നില്ല. പലിശ തിന്നുന്നവൻ മാത്രം ഹറാമ് തിന്നുന്നു. ബിസ്മി പറയാതെ അർത്ഥത് തിന്നുമ്പോ കുഴപ്പമില്ല. എനിക്ക് നിങ്ങൾക്കും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്, നിങ്ങൾ ഹറാമ് കഴിക്കരുത്. നിങ്ങൾ ഹറാമിന്റെ ഭക്ഷണം നിങ്ങളുടെ ആമാശയത്തിലേക്ക്, തൊണ്ടയുടെ താഴേക്ക് കടന്നു പോയാൽ പടച്ചവരെ, പിന്നെ നിന്റെ ദുആയ്ക്ക് ഉത്തരമില്ലല്ലോ, നിന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപ്പമാരോട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ മസ്ജിദുൻ നബവിയിൽ നമസ്കാരം നടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയിൽ നമസ്കാരം കഴിഞ്ഞു. എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിയുമ്പോ പള്ളിയിൽ നിന്നൊരു സഹാബി ഇറങ്ങി ഓടുകയാ.
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ ദിവസവും കാണുകയാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന സ്വഹാബിയെ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവസാനം ഒരു ദിവസം പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ റസൂൽ എന്ന് വിളിക്കുന്നു, അബൂ ദുജാന, എന്തിനാ നീ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുന്നത്? നിനക്ക് ദുആ ചെയ്യാനൊന്നുമില്ലേ? അല്ലാഹുവിനോട് ദുആ ചെയ്യാനൊന്നുമില്ലേ? നമസ്കാരം കഴിഞ്ഞാൽ ദുആയിക്ക് ഉത്തരം കിട്ടുന്ന സമയമാണല്ലോ. അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്തിനാണ് നമസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി ഓടുന്നതെന്നറിയുമോ? എന്റെ വീടിന്റെ പരിസരത്ത് അയൽവാസിയുടെ ഒരു ഈന്തപ്പന മരം നിൽക്കുന്നുണ്ട് നബിയേ. ആ ഈന്തപ്പന മരത്തിന്റെ ഒരു ഭാഗം എന്റെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുകയാ, എന്റെ വീടിന്റെ മുന്നിലേക്ക് ചാഞ്ഞു നിൽക്കുകയാ. ആ ഈന്തപ്പഴങ്ങൾ എന്റെ വീടിന്റെ മുന്നിൽ വീഴുന്ന നബിയേ. ഒരു ദിവസം ഞാൻ സുബഹി കഴിഞ്ഞിട്ട് പള്ളിയിലിരുന്ന് നിസ്കാരം കഴിഞ്ഞ് ഖുർആനും ദിക്റുമെല്ലാം ഓതിയിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ എന്റെ വീടിന്റെ അവസ്ഥ ഞങ്ങൾക്കറിയുമല്ലോ. ഞങ്ങൾ പാവപ്പെട്ടവരാണ്, കഴിക്കാൻ ഭക്ഷണമില്ലാത്തവരാണ്. എന്റെ പൊന്നാര മക്കള് വീടിന്റെ വെളിയിൽ കിടക്കുന്ന ഈത്തപ്പഴം അറിയാതെ എടുത്ത് കഴിച്ചു നബിയേ. എന്റെ മക്കൾക്ക് അറിയാതെ കടിച്ചു പോയതാ. അത് ഹറാമാണല്ലോ. ഹറാമായ ഭക്ഷണം ഉള്ളിൽ ചെന്നാൽ പിന്നെ ദുആയിക്ക് ഉത്തരമില്ലല്ലോ, ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കില്ലല്ലോ. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, എന്തിനാണ് സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ ഞാൻ എഴുന്നേറ്റ് ഓടുന്നത് എന്തിനെന്നറിയുമോ? എന്റെ മക്കൾ ഉണരുന്നതിന് മുമ്പേ വീട്ടിൽ ചെല്ലാൻ, എന്റെ മക്കൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് എന്റെ വീട്ടിൽ ചെന്നിട്ട് വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന ഈത്തപ്പഴങ്ങൾ മുഴുവനും ഞാൻ അവിടെ നിന്ന് പറക്കിയെടുക്കുകയാണ്. എന്നിട്ട് അയൽവാസിയുടെ വീട്ടിൽ കൊണ്ടുകൊടുക്കും, അയൽവാസിയുടെ പറമ്പിലേക്ക് എടുത്തിടും. അല്ലാഹുവേ, എന്റെ മക്കൾ ഹറാമ് തിന്നാതിരിക്കാനാ, അതുകൊണ്ടാണ് ഓടുന്നതെന്ന് മഹാനായ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, മക്കൾക്ക് ഹറാമ് കൊടുക്കുന്ന വാപ്പാ, പലിശയുടെ പൈസ കൊണ്ടുവന്ന ഭാര്യയ്ക്കും മക്കൾക്കും തിന്നാൻ കൊടുക്കുന്ന ഭർത്താവ്, പടച്ചവനെ, നീ നിന്റെ ഗതിന്റെ അവസ്ഥയെ കുറിച്ചൊന്ന് ചിന്തിക്കാത്തതെന്ത്? പലിശയ്ക്ക് കച്ചവടം നടത്തുന്നവരുണ്ട്, ലോട്ടറി എടുത്ത് പെട്ടെന്ന് പണക്കാരാകുന്നവരുണ്ട്, ഹറാമായ വഴിയിലൂടെ പൈസ സമ്പാദിക്കുന്നവരുണ്ട്. എങ്കിൽ അബൂ ദുജാന എന്ന പാവപ്പെട്ട പട്ടിണി കിടക്കുന്ന ദരിദ്രനായ സ്വഹാബിയുണ്ടല്ലോ, തന്റെ അയൽവാസികളുടെ പറമ്പിൽ നിൽക്കുന്ന ഈത്തപ്പഴ മരത്തിൽ നിന്ന് തന്റെ വിറ്റിന്റെ മുറ്റത്തേക്ക് വീഴുന്ന ഈത്തപ്പഴം തന്റെ ചെറിയ മക്കൾ അറിയാതെ എടുത്ത് കഴിച്ചതിന്റെ പേരില് മക്കൾ ഉണരുന്നതിന് മുമ്പേ ചെന്ന് പറക്കിയിട്ട് അതാ അയൽവാസിയുടെ പറമ്പിലേക്ക് കൊണ്ടിട്ട് കൊടുക്കുകയാണ്. അതിനാണ് പോകുന്നതെന്ന് പ്രവാചകനോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്ന സ്വഹാബാ, അബൂ ദുജാനയുടെ അയൽവാസിയാരാ, ഒന്ന് വിളിച്ചു കൊണ്ടുവരുവോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വഹാബികളോട് പറയുമ്പോ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹുവിന്റെ അയൽവാസിയായ മനുഷ്യർ ലോകത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. റസൂലുള്ളാഹി ചോദിക്കുകയാ, മനുഷ്യ, അബൂ ദുജാനയുടെ വീടിന്റെ സൈഡിൽ നിൽക്കുന്ന ഈത്തപ്പഴ മരമുണ്ടല്ലോ, അത് അബൂ ദുജാനയ്ക്ക് കൊടുക്കുവോ? സ്വർഗത്തില് 10 മരം ഞാൻ തരാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ആ ഒരു ഈത്തപ്പഴ മരം എനിക്ക് നൽകിയാൽ സ്വർഗത്തിൽ ഞാൻ നിനക്ക് 10 ഈത്തപ്പഴ മരം ഞാൻ വാങ്ങിത്തരാ. സുബ്ഹാനല്ലാഹ്, അവനൊരു മുനാഫിക്കാ. അബൂ ദുജാനയുടെ അയൽവാസി ഒരു മുനാഫിക്കായിരുന്നു. അവൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നബിയേ,
ഈത്തപ്പഴം മരംപിക്കാൻ ഞാൻ തയ്യാറാ, ഈത്തപ്പഴം മരംപിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷേ സ്വർഗത്തിൽ എനിക്ക് 10 മരം കിട്ടിയിട്ട് കാര്യമില്ല, എനിക്കിവിടെ തന്നെ വേണം. എനിക്ക് സ്വർഗത്തിൽ 10 മരം കിട്ടിയിട്ട് കാര്യമില്ല, രൊക്കം എനിക്ക് വേണം. ഇവിടെ 10 മരം നൽകിയാ ഞാൻ ആ 1 മരം നൽകാ. അല്ലാഹുവേ, സ്വഹാബികൾ മുഴുവനും അത്ഭുതപ്പെട്ടു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ അവൻ പറയുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് തരുവോ നബിയേ? ആ സ്വർഗത്തിലെ 10 മരം ഈ പാവപ്പെട്ട അബൂബക്കറിന് തരുമോ? ഇവന് കൊടുക്കാനുള്ളത് ഞാൻ കൊടുക്കാ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പുഞ്ചിരിക്കുമ്പോ അബൂ ദുജാനയുടെ അയൽവാസിയായ മുനാഫിക്കായ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഈന്തപ്പന തോട്ടത്തിലേക്ക് കൊണ്ടുപോയി നിർത്തിയിട്ട് അവിടുന്ന് പറയുകയാ, ഏതാടാ നിനക്ക് വേണ്ടത്? ഈ കാണുന്ന ഈന്തപ്പന തോട്ടത്തിൽ നിനക്ക് ഇഷ്ടമുള്ള 10 എണ്ണം നീ എണ്ണിയെടുത്തോ. അബൂബക്കർ തങ്ങളെ കെട്ടിപ്പിടിക്കുകയാ. എന്തിനെന്നറിയോ? അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നീ എനിക്ക് 10 മരം വാങ്ങി തന്നവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളിൽ പലരും ഹറാം നോക്കാറില്ലല്ലോ. എങ്ങനെയും പണമുണ്ടാക്കണമല്ലോ, എങ്ങനെയെങ്കിലും തന്റെ ഭാര്യയുടെയും മക്കളുടെയും വയറ് നിറച്ചാ മതിയല്ലോ. അതുകൊണ്ടല്ലേ വളഞ്ഞ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത്. എങ്കിലും നിനക്ക് നിന്റെ നാശമറിയാതെട്ടോ, നീ എങ്ങാണം മരണപ്പെട്ടു പോയി, നീ എങ്ങാണം മരണപ്പെട്ടു പോയി, 3 കഷ്ടം വെള്ളത്തുണിയിൽ നിന്റെ മയ്യത്തെ കുളിപ്പിച്ചിട്ട് നിന്നെ പൊതിയുമല്ലോ. നിന്റെ വീടിന്റെ അകത്ത് പുതച്ച് കിടക്കുന്ന ദിവസത്തെ കുറിച്ച് ചിന്തിക്കാത്തതെന്താ? എല്ലാവരും നിലവിളിക്കുകയാണ്. അവസാനം ഈ പള്ളിയുടെ സൈഡിലിരിക്കുന്ന മയ്യത്ത് കട്ടിലെന്ന് പറയുന്ന മോഡലില്ലാത്ത, എണ്ണയില്ലാത്ത, കോടികളുടെ വിലയില്ലാത്ത വാഹനമുണ്ടല്ലോ, നിന്റെ വീടിന്റെ മുന്നിലേക്ക് ചുമന്നുകൊണ്ട് വരികയാ. വീട്ടിലേക്ക് ഈ പള്ളിയുടെ ഏതോ ഒരു പരിസരത്തൊരു വാഹനമുണ്ട്, അത് നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവരികയാണ്. പടച്ചവനെ, 3 കഷ്ടം വെള്ളത്തുണിയുടെ മുകളിലേക്ക് നിന്നെ എടുത്ത് കിടത്തിയിട്ട് മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. എല്ലാവരും കൂടെ ആ മയ്യത്ത് കട്ടിലെടുത്ത് വെച്ചിട്ട് നിന്നെ ചുമന്നുകൊണ്ട് വരികയാണ്. പള്ളികൾ കൊണ്ടുവന്ന് നമസ്കാരം കഴിഞ്ഞു. ഇട്ടിരിക്കുന്ന പള്ളിപ്പറമ്പില് 6 അടി മണ്ണെന്ന് പറയുന്ന ഖബറുണ്ടല്ലോ, ആ ഖബറിന്റെ അകത്തേക്ക് നിന്റെ മയ്യത്തിറക്കി വെച്ചു. എന്നിട്ട് എല്ലാവരും മിൻഹാ ഖലഖിനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ എന്ന് പിടിമണ്ണ് വാരിയെറിഞ്ഞു. അവസാനം 2 ചെടികളും നട്ട് പള്ളിയിലെ മുഅദ്ദിന് 3 പ്രാവശ്യം വെള്ളമൊഴിച്ചു. മഅസ്സലാമാ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പള്ളിപ്പറമ്പിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ, അല്ലാഹുവേ, 10 വയസ്സുള്ള 12 വയസ്സുള്ള 15 വയസ്സുള്ള പൊന്നാര മകനുണ്ടല്ലോ, വാപ്പ മരിച്ചു പോയല്ലോ. വാപ്പാരെ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് ആ ഖബറിന്റെ ചാരത്ത് നിന്നിട്ടവൻ കരയുകയാ.
വാപ്പയുടെയും ഉമ്മയുടെയും ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് ആ പൊന്നാര മകൻ നെഞ്ചു പൊട്ടിയിട്ട് റബ്ബിനെ വിളിക്കുന്നു, അല്ലാ എന്റെ വാപ്പയ്ക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, എന്റെ വാപ്പാടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ, എന്റെ ഉമ്മയുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. ഖബറിന്റെ ചാരത്ത് നിന്ന് നെഞ്ചു പൊട്ടിയിട്ട് കരഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോ അല്ലാഹ് വിളിച്ചു പറയുന്നു, മോനെ നിന്റെ ദുആ സ്വീകരിക്കില്ലടാ മോനെ, നീ ചെറിയവനാണെങ്കിലും നിന്റെ ദുആ സ്വീകരിക്കില്ല. കാരണം നീ ധരിച്ചിരിക്കുന്നത് ഹറാമാ, നിന്റെ ശരീരത്തിലൂടെ ഓടുന്ന രക്തം ഹറാമാ, നീ തിന്നതും കുടിച്ചതും ഹറാമാ. ഹറാമ തിന്നവന്റെ ദുആയ്ക്ക് ഉത്തരമില്ലല്ലോ. പെട്ടെന്ന് പണക്കാരനാകാ, വളഞ്ഞ വഴിയിലൂടെ പണമുണ്ടാക്കുന്ന വാപ്പാ അവസാന പള്ളിപ്പറമ്പിന്റെ മണ്ണിനകത്ത് കിടക്കുന്ന സമയത്ത് നിന്റെ പൊന്നാര മക്കള് പോലും ദുആ ചെയ്താ നിനക്ക് ആ ദുആ കൊണ്ട് പ്രയോജനമുണ്ടാകില്ല എന്ന് പറഞ്ഞു തന്നത് മുത്തുനബിയല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഹറാമിന്റെ പണവുമായി വീടിന്റെ അകത്ത് കേറല്ലേ, ഹറാമ് കഴിക്കല്ലോ, ഹറാമ് മക്കൾക്ക് കൊടുക്കല്ലോ, ഹറാമ് ഭാര്യയെ കൊണ്ട് തീറ്റിപ്പിക്കല്ലോ. എന്റെ സ്നേഹനിധികളായ ബാധകൾക്കാര് കടന്നു വന്ന ഈ നാട്ടിലുള്ള എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, പെങ്ങന്മാരെ, നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, റോഡിലൂടെ വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണിനെ കാണിച്ചിട്ട് ലോകത്തിന്റെ നേതാവ് പറഞ്ഞു കൊടുക്കുന്നു, ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിലാ. പറയുന്നത് ലോകത്തിന്റെ നേതാവാണ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ് കാണിച്ചു കൊടുക്കുന്നത് സ്വർഗത്തിന്റെ അവകാശിയായ പെണ്ണിനെ കാണണോ. ആ പോകുന്ന പാവപ്പെട്ടവടെ സ്വർഗത്തിന്റെ അവകാശിയാ. അല്ലാഹുവിന്റെ റസൂൽ ആരെയാ കാണിച്ചു കൊടുത്തത്? ആയിഷാനയല്ല, ഖദീജയല്ല, ഫാത്തിമാനയല്ല, പിന്നെ ആരെയാ? പൊന്നുമോളെ, ഒരു വിറക് വെട്ടുകാരന്റെ ഭാര്യ, വിറക് വെട്ടിയിട്ട് ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവന്റെ ഭാര്യയെ കാണിച്ചിട്ട് ലോകത്തിന്റെ നേതാവ് കാണിച്ചു കൊടുക്കുന്ന സ്വർഗത്തിന്റെ അവകാശിയാ. പെണ്ണുങ്ങൾക്ക് അത്ഭുതമായി, ഇവളെന്ത് നന്മയാ ചെയ്യുന്നത്? റസൂലുള്ളാഹിയല്ലേ പറഞ്ഞത്? സഹാബി വനിതകളായ പെണ്ണുങ്ങൾ മുഴുവനും ആ പെണ്ണിന്റെ ചാരത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് അവിടെന്ന് പറയുന്നു, മുത്തുനബി പറഞ്ഞു, നീ സ്വർഗത്തിലാണെന്ന്. നീ എന്ത് സൽക്കർമ്മമാ ചെയ്യുന്നത്? നീ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യാറുണ്ടോ? ആ പെണ്ണ് പറഞ്ഞു, നമസ്കാരം കുറവാ, ദിക്റുകൾ കുറവാ, ഒരുപാട് സൽക്കർമ്മമൊന്നും എന്റെ ജീവിതത്തിലില്ല. പിന്നെ ഞാൻ ഒരേ ഒരു കാര്യം ചെയ്യാറുണ്ട്, എല്ലാ ദിവസവും ഞാൻ പ്രത്യേകമായിട്ട് ദിവസവും ഞാൻ പ്രത്യേകമായിട്ട് ഒരേ ഒരു കാര്യം ചെയ്യും. എന്തേ കാര്യമെന്നറിയോ? രാവിലെ വിറക് വെട്ടുന്നതിന് വേണ്ടി ജോലിക്ക് പോകാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീടിന്റെ വെളിയിലിറങ്ങുമ്പോ ഈ പെണ്ണ് ഭർത്താവിന്റെ കയ്യിൽ പിടിക്കുകയാ. ടാറ്റ കൊടുക്കാറല്ല, ചുംബനം കൊടുക്കാറല്ല. രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ആ സ്വാലികത്തായ പെണ്ണ് പറയുന്ന വാക്കെന്തെന്നറിയോ? ഹറാമിന്റെ ഭക്ഷണം കൊണ്ടുവരല്ലേ, ഹറാമിന്റെ പണം കൊണ്ടുവരല്ലേ. പട്ടിണി കിടക്കാൻ തയ്യാറാ, പച്ചവെള്ളം കുടിച്ച് കിടക്കാൻ തയ്യാറാ. ഹറാമിന്റെ ഭക്ഷണം എനിക്കും എന്റെ മക്കൾക്കും തിന്നാൻ തരരുത് എന്ന് തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഓർമ്മപ്പെടുത്തുന്ന പെണ്ണാ. അവൾക്ക് ആ പെങ്ങളെ സ്വർഗമുള്ളത്. അല്ലാതെ യവനെ കൊന്നിട്ടാണെങ്കിലും, പലിശക്കെടുത്തിട്ടാണെങ്കിലും, ലോൺ എടുത്തിട്ടാണെങ്കിലും, പണയം വെച്ചിട്ടാണെങ്കിലും, പിടിച്ചു പറിച്ചിട്ടാണെങ്കിലും എനിക്കും എന്റെ മക്കൾക്കും തിന്നാൻ തരണമെന്ന് പറയുന്ന പെണ്ണിന് നരകമാ. അങ്ങനെ ഒരു പെണ്ണാകാ നീ പാടില്ല, അങ്ങനെ ഒരു വിഭാഗത്തിൽ വരാ പാടില്ല. അതുകൊണ്ട് 4000 പ്രവാചകന്മാരുടെ കൂടെ നടന്ന മഹാൻ പറയുകയാ, മോനെ
ഭക്ഷണം കടിച്ചോ, എന്ത് ഭക്ഷണം വേണമെങ്കിലും നീ കടിച്ചോ, പക്ഷേ ഈ തൊണ്ടയുടെ താഴേക്ക് ഹറാമിറക്കല്ലേ, ഹറാമ് കടിക്കല്ലേ, ഹറാമ് തിന്നല്ലേ, എങ്കിൽ ഖസറ ദുനിയാ വല്ലാഹിറ, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുകയാ, സർവ്വതും പോയി ബാപ്പാ. പള്ളിയിൽ 5 നേരം നിസ്കരിക്കുന്ന പിതാവിന്റെ പോക്കറ്റിന്റെ അകത്ത് തെളിഞ്ഞിരിക്കുന്നത് 2000-ന്റെ നോട്ടല്ല.